അൻസാറേ, ഇവിടെ ഒന്നും ആരുമില്ല. ഞാൻ മറ്റേ മുത്തുമുതലാളിയുടെ വീട്ടിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഗേറ്റ് ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. ആള് കാണില്ല. പക്ഷെ അങ്ങനെ വിടരുത്. അല്ല, നല്ലൊരു എമൗണ്ട് വാങ്ങിക്കണം പുള്ളിയിലെന്ന്. പാറക്കോറിയൊക്കെ ഇപ്പം നല്ല ഇതാണ്. അത് നമുക്കൊരു കാര്യം ചെയ്യാം, നീയും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് വന്ന് സംസാരിക്കാം. എടേ, ശരി തന്നെ, ബന്ധമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ അല്ലല്ലോ. നമ്മൾ ഈ ഇത് അങ്ങനെ അല്ല ഞാനേ ഞാൻ വിളിക്കാം അങ്ങോട്ട്. എനിക്ക് വേറൊരു കോള് വരണം, ഞാൻ വിളിക്കാം. എന്നെ കാണാതെ എവിടെ പോയതാ? പോണം. അത് അങ്ങോട്ടോട്ട് പോവാ? പാർട്ടി ഓഫീസിൽ ഇങ്ങോട്ടല്ലേ? വീട്ടിൽ പോയിട്ടേ പാർട്ടി ഓഫീസിലോട്ട് പോകുന്നത്. ഇതെന്തുവാ? നോട്ടീസ്, പാർട്ടിയുടെ റെസിപ്റ്റ്, നോട്ടീസ്, പിന്നെ അപ്പുക്കുട്ട സാറിന്റെ ഒരു ലെറ്റർ, കുറെ സംഭവങ്ങളുണ്ട്. ഞാൻ റേഷൻ കടയിൽ പോവാ. ഞാൻ പാർട്ടി ഓഫീസിൽ വെച്ചേക്കാം. ഇത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട കുറെ രേഖകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ സീല് വീട്ടിൽ ഇരിക്കണം. അപ്പൊ വീട്ടിൽ നിന്ന് സീൽ എടുത്തിട്ട് ഇതിൽ അടിച്ചിട്ട് കുറെ മുതലാളിമാരൊക്കെ പൈസ. ഞാനിത് പാർട്ടി ഓഫീസിലേക്ക് മറ്റമ്പി സീൽ എടുത്തോണ്ട് വന്നാ പോരെ? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ. നിന്നോട് എന്തെങ്കിലും പറയണ കാര്യം പറഞ്ഞാൽ ചെയ്യൂല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇത് ഞാൻ ഉത്തരവാദിത്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. നിന്നോട് എന്താ പറഞ്ഞു അത് നീ ചെയ്യും. ഞാൻ റേഷൻ കടയിൽ പോവാ. പിന്നെ ഉള്ളി, വെളിച്ചെണ്ണ, പഞ്ചസാര ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. പൈസ എന്നാ ഞാൻ മേടിച്ചോണ്ട് വരാം. പൈസ എന്റെ പൈസ ഇല്ലടാ, പൈസ ഇല്ല. എന്തിനാ ചാടുന്നു? കർത്താവേ, കള്ളം നോട്ട് വല്ലതും ആണോ എന്തോ. ഒരെണ്ണം എടുത്ത് എവിടെയെങ്കിലും ഒന്ന് മാറി നോക്കാം. ബാഗ് തുറക്കണം. നമുക്ക് വേറെ പണിയൊന്നുമില്ലേ? ബാഗ് എന്തെങ്കിലും കിട്ടിയാ ഉടനെ എന്തിയ കൊച്ചിനെ വെറുതെ വഴക്ക് പറയുന്നത്? പിന്നെ ബാഗ് ഒന്നും തുറക്കണ കാര്യം കൊച്ചു. ഇത് പാർട്ടിയുടെ ഓരോ കാര്യങ്ങളായിട്ട് ബാഗ് തുറന്നാലും അതിനകത്ത് വല്ല നിധി ഇരിപ്പുണ്ടോ? നോട്ടീസും പൈസയും കണ്ടാ തിരിച്ചറിയാത്ത ചെറുക്ക അവൻ കൊച്ചല്ലേ. അതാ പറഞ്ഞത്. പൊന്നു മോനെ, ഡാഡിയുടെ കയ്യിൽ ഒരു 500 നോട്ട് കണ്ടിട്ട് അമ്മ കാലങ്ങളായി. അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. നോട്ടീസ്, പാർട്ടിയുടെ റെസിപ്റ്റ്, ബുക്കും തങ്കം. പിന്നെ ഞാൻ അതാ പറയാൻ 1000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് തരണേ, ഞാൻ തരാം. ക്ലീറ്റ് എന്ത് പറയണത്? ക്ലീറ്റോ 1000 രൂപ. പിന്നെ 1000 രൂപ ഞാൻ എടുത്തു വെച്ചേക്കല്ലോ. 1000 രൂപ തന്നാ മതി. എന്തിനാ നിങ്ങൾക്ക് 1000 രൂപ? ഞാൻ തരാം. എനിക്ക് വേണ്ട. എനിക്ക് 1000 രൂപ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് താ. ഇതിപ്പോ ഞാൻ അങ്ങോട്ട് വണ്ടിക്കൂലി ചോദിക്കുന്നോർത്ത് ആദ്യമേ തന്നെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചതാ. സത്യം എന്റെ ഇല്ലാത്തോണ്ട് ഉണ്ടെങ്കിൽ ഞാൻ നീ ഒരു കാര്യം ചെയ്യും.
എനിക്ക് നീ അങ്ങോട്ട് പോകാനുള്ള ചെലവിന്റെ പൈസയും അത് നീ ചെലവാക്കിക്കോ. ആ ചെലവാവുന്ന പൈസയും എനിക്കൊരു 1000 എടുത്താ 2000 ഞാൻ തിരിച്ചു തരാം. എന്താന്ന് എനിക്ക് മനസ്സിലായി. അതായത് തങ്കം, നീ ഇപ്പൊ പാലായിൽ പപ്പായെ കാണാൻ പോവാണല്ലോ. പോകുമ്പോ ബസ്സിലുള്ള ടിക്കറ്റ്, ഇടയ്ക്കുള്ള വഴിയിലുള്ള ചായ വെള്ളം കൂടി ഇതിനെല്ലാം പൈസ ചെലവാകുമല്ലോ. ആ പൈസ നീ ഇപ്പൊ ചെലവാക്കുക. എന്നിട്ട് എനിക്കൊരു 1000 രൂപയും കൂടെ തരിക. അപ്പൊ ആ 1000 രൂപ ഇപ്പൊ ചെലവാക്കണേം കൂടെ ഞാൻ നിനക്ക് തിരിച്ച് കടമായിട്ട് ഞാനങ്ങ് തരും. മനസ്സിലാവും. നീ അവക്ക് മനസ്സിലായി. അപ്പൊ ഉണ്ടെങ്കിൽ എനിക്ക് ക്ലീറ്റോനോട് വർത്താനം പറയാൻ വയ്യ, എന്റെ വായ കഴിക്കും. അതുകൊണ്ട് നീ പപ്പായുടെ അടുത്തല്ലേ പോണത്. പപ്പായുടെ അവിടെ ചെന്ന് അവിടെ പൈസ ആദ്യം നിങ്ങളൊരു 500 എങ്കിലും എനിക്കിതാ. പപ്പായ്ക്ക് എന്തിനും മേടിച്ചോണ്ട് പോകണ്ടേ? കൈ വീശാണ് പോണത് ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോ. തങ്കം രാവിലെ ഇങ്ങനെ ഇറക്കല്ലേ. ഞാനുണ്ടല്ലോ, ഞാൻ കൈ നീട്ടിട്ട് നിൽക്കല്ലോ. ഒരാൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കൈ നീട്ടിയാ അങ്ങോട്ട് പോകുമ്പോ പപ്പയ്ക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ? ക്ലീറ്റോ കൈ വീശി എങ്ങനെയാ പോണത്? പപ്പയ്ക്ക് വേണ്ടതല്ല പറമ്പിലുണ്ട്. നീ ഇനി ഒന്നും കൊണ്ടുപോണ്ട. മുണ്ട് ഷർട്ടൊക്കെ പറമ്പിലുണ്ടാവുകയാണോ നിങ്ങളുടെ നാട്ടില്? മുണ്ട് ഷർട്ട് പപ്പയ്ക്ക് അതിലൊന്നും ക്രേസ് ഇല്ല. പപ്പ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഒറ്റ മുണ്ട് മുറുക്കി കൊടുത്താണ് പപ്പ ഇതുവരെ വന്നത്. ആ മുണ്ട് തന്നെ എപ്പോഴും എന്തൊക്കെയോ പറയുവാണ്. ദേ ഇവനെ കൊണ്ടുപോണില്ല. ഇവനെ കൊണ്ടുപോകുന്നത് അവന് ഡാഡി ആയിട്ട് ഇരുന്നാ മതി. ഡാഡിയുടെ ട്യൂഷൻ വിളിച്ചിട്ടുണ്ട്. അവൻ എക്സാം ഉണ്ട് ഇന്ന്. ശരിയാ. എന്ത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞത് ട്യൂഷനൊക്കെ പോവല്ലോ തനിയെ. കടത്തി വിടണം. കടത്തിയൊക്കെ വിടാം. എടുത്തു മോനെ, എല്ലാം എടുത്തു. പൈസയും തരൂല. നമ്മുടെ പേഴ്സകത്തുണ്ടല്ലോ അല്ലേ? നീയേ അപ്പുറത്ത് ലില്ലി മാമി എടുത്ത് പോയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചിട്ട് വാ. പതുക്കെ വന്നാ മതിയേ. ചോദിച്ചിട്ട് പതുക്കെ വന്നാ മതി. ഡാഡി 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 എന്ത് മക്കളെ, നമ്മളിനി ഒരു വിലസാൻ പോവാ. എന്തായാലും പണം നഷ്ടപ്പെട്ട വാർത്ത പത്രത്തില്ല കർത്താവേ. ഒരു 2 ദിവസം കൂടി പരാതിക്കാരൊന്നും വരാതിരുന്ന മതിയായിരുന്നു. എന്നിട്ട് വേണം എനിക്കൊന്നും. ഇത് വെജിറ്റബിൾ കുറുമയാണോടി? വെജിറ്റബിൾ കുറുമ. എടി, ഈ കുറുമ വെക്കണ നേരെ കാലത്ത് വല്ല ബീഫിന്റെ കറിയൊക്കെ ആണെങ്കിൽ എന്ത് രസമായിരിക്കും. കാലത്തെ ബീഫാ? അല്ല, ഇതിപ്പോ 9 മണിയായില്ലേ? ആ, അപ്പോഴെങ്കിലും കണ്ടല്ലോ. എങ്ങനെയുണ്ടാ? അതുകൊണ്ട് പുതിയത് കിട്ടുമ്പോ പഴയത് ഒഴിവാക്കുക, അങ്ങനെയല്ലേ? എന്തേ ഇത് ചെറുപ്പക്കാര് കെട്ടണ വാച്ച. അതെന്താ ഞാൻ കെട്ടിയതുണ്ടാവില്ലേ? അമ്മാവന് കെട്ടിട്ട് വേണം, പക്ഷെ ഏട്ടന് കെട്ടിയ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. അല്ല, അവന് വാച്ച് ഇഷ്ടമല്ലെങ്കിൽ അവൻ എന്നേ വാച്ച് വാങ്ങിച്ചു തരും. ഏട്ടന് ഇത് ഇഷ്ടപ്പെട്ടില്ല ഏട്ടാ? ആ, ഇതേ ചീരത്തോട്ടത്തിലുണ്ടായിരുന്ന കൃഷ്ണൻ അവന്റെ മകൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ
കെട്ടിക്കുക, പക്ഷെ ഇങ്ങനെ ഒരുപാട് ഇട്ട് ഇത് വേണം. അത് ആദ്യം ഒന്ന് കാണാൻ വേണ്ടി ഒരു സാധനം കൊടുന്ന ഒന്ന് ശ്രദ്ധിച്ചൂടെ? ചേട്ടനോട് പോണു ഞാനേ ബാങ്ക് വരെ ഒന്ന് പോകേണ്ട ഒരു ആവശ്യം, പാർട്ടി ഓഫീസിൽ പോകണം, അങ്ങനെ 1-2 പരിപാടികളുണ്ട്. കഴിച്ചിട്ടോ കഴിക്കാൻ എനിക്ക് ഒരു ചായ മാത്രമായാലും മതി. പൂ പോലത്തെ അപ്പം കഴിച്ചാ വല്ലതും എന്നാ ഒരെണ്ണം കഴിക്കാൻ ഒരെണ്ണവാ ഒരെണ്ണം കഴിച്ച ഒന്നും ആവത്തില്ല. സമയമല്ല മോളെ, പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതല്ലേ. എന്തോ അമ്മാവൻ ഇവിടെ ഇരുന്ന് പോലീസുകാരെയൊക്കെ പൊക്കി പറയുന്നതായിട്ട്, പോലീസുകാർ ഭയങ്കര സംഭവമാണെന്നൊക്കെ. ഒന്നുമില്ലല്ലേ, അമ്മാവന്റെ പരിചയത്തിൽ അത് ഒരു സ്ത്രീയുടെ മാലയിടാരെ പൊട്ടിച്ചോണ്ട് പോയത്. സുരേന്ദ്രന്റെ ഭാര്യയുടെ ബൈക്കിൽ വന്നവര് പൊട്ടിച്ചു പോയി. 1 മണിക്കൂറിനകം സാധനം ഡിപ്പാർട്ട്മെന്റ് എത്തിച്ചവിടെ. പോലീസ് വന്ന് പിടിച്ചു. കള്ളനെ പിടിച്ചു. പഴയ കാലമല്ലോ ലളിയാ, എല്ലായിടത്തും CCTV അമ്മ. അതിപ്പം ജംഗ്ഷനിലാണെങ്കിലും ശരി തന്നെ, വഴികളിലാണെങ്കിലും ശരി, എല്ലാ ബസ്സിലുണ്ട് ഇപ്പം. CCTV പിടിച്ചില്ലേ? ആമാ, ഇതിപ്പോ എളുപ്പമല്ലേ. പണ്ട് നമ്മളിങ്ങനെ അന്വേഷിച്ചിറങ്ങാം അമ്മ എവിടെ പോയി ആരെന്നൊക്കെ. ഇത് ചെല്ലുന്നു, ആ ഏരിയ ഒന്ന് സെർച്ച് ചെയ്യുന്നു, CCTV ഉറപ്പായിട്ട് പതിച്ചിട്ടുണ്ടാവും. കൃത്യമായിട്ട് എടുത്തിടുന്നു, വീഡിയോ കറക്റ്റ്. ഭയങ്കര ക്വാളിറ്റി അല്ലേ, ഇപ്പൊ എയുടെ സഹായമുള്ളതല്ലേ, ഭയങ്കര ക്വാളിറ്റിയിൽ വീഴ്ചകൾ കിട്ടും നമുക്ക്. അല്ല ഇവന്മാർക്കൊന്നും ഒരു ബോധമില്ലേ? ഇപ്പൊ എല്ലായിടത്തും CCTV ഉണ്ടെന്ന് അറിയാം, എന്നിട്ടാണ് ഇത് കാണിക്കണത്. ഞാൻ എന്റെ വീടിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ നോക്കിക്കഴിഞ്ഞാൽ എത്ര സ്ഥലത്തല്ലേ. നമ്മുടെ ഫ്രണ്ടില് അപ്പുറത്തെ ഷോപ്പ് വെച്ചിട്ടുണ്ടല്ലോ ഒരെണ്ണം. പിന്നെ എന്ത് കള്ളത്തരം കാണിച്ചെന്ന് പറഞ്ഞല്ലേ ഒരു ദിവസം അത് പിടിക്കപ്പെടും, ഉറപ്പാ. കഴിഞ്ഞ ദിവസം PTP നഗറില് ഒരു സ്ത്രീയുടെ കാലിലെ കൊല് സഴിഞ്ഞ് വീണുപോയി. അവർക്കറിയാം ആ കാനറ ബാങ്കിന്റെ ഫ്രണ്ടിൽ നിന്ന് അവർ താഴോട്ട് പോയ ബാങ്കിൽ നിന്ന് പോയവരാണ് അവർ. അവർക്ക് ഉറപ്പുണ്ടായിരുന്നു ആ ഏരിയ എവിടെയോ പോയതാണ്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ സാധനം ഇവർ ബുദ്ധിപരമായിട്ട് കേസ് ഒന്ന് കൊടുത്തു. ഞങ്ങൾ ഒരു സെക്ഷൻ അവിടെ ഒന്ന് കറങ്ങി അടിച്ചു നോക്കുമ്പോൾ CCTV ഉണ്ട്. CCTV വന്ന് നമ്മളിവിടെ നിന്ന് അതിന്റെ ഫുട്ടേജ് എടുത്ത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഇവരെ കൊല് സഴിഞ്ഞ് വീഴുന്നു, ഇവർ നടന്നു പോകുന്നു, പിറകെ ഏതോ ഒരുത്തം വരുന്നു. അവനിങ്ങനെ നടന്നു പോയിട്ട് കണ്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി, പിന്നെ ഒന്ന് ചുറ്റും നോക്കുന്നു, ഒന്നും അറിയാത്ത പോലെ അതങ്ങ് അവന്റെ വീണ പോലെ എടുത്തിട്ടങ്ങ് പോവാൻ. സ്വന്തം സാധനം നമുക്ക് അർഹതപ്പെട്ടതല്ലെങ്കിൽ എന്തിനല്ലേ എടുക്കുന്നത്? ഇപ്പൊ ഈ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് വല്ലതൊക്കെ ആരുടെതെങ്കിലും നഷ്ടപ്പെടും, അത് സ്വാഭാവികമാണ്. അതാരെങ്കിലും എടുക്കുകയും ചെയ്യും. എനിക്കത് ഒരു കാര്യം പറയാനുണ്ട്. അത് സാധാരണയാണ്. അന്വേഷിച്ച് കിട്ടുമ്പോഴത്തേക്ക് ആരെന്ന് വെച്ചാൽ കൊടുക്കാനുള്ളവരാണെങ്കിൽ കൊടുക്കും, മര്യാദയുള്ളവർ. അതല്ല, പക്ഷെ നമുക്ക് ഇവിടെ ഒരു CCTV ഇവിടെ ക്യാമറ വെച്ചാൽ പല കള്ളങ്ങളും പൊങ്ങും. ഇവിടെ നിന്നല്ല, ഞാനെന്ത് കള്ളത്തരം കാണിക്കുന്നു ഇവിടെ? ഇവിടത്തെ ഈ അരിയുണ്ട മറ്റേ അടിച്ചു മാറ്റുന്നതും ജിലേബി കൊണ്ട് കട്ടിലടി വെക്കുന്നതും ഒക്കെ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നീയൊക്കെ വാതിലും തുറന്നിട്ടുണ്ട് ഇവിടെ നിൽക്കും. വല്ലവരും വന്ന് വല്ലതും എടുത്തോണ്ട് പോയാൽ കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. ഇത്തിരി പൈസ കിട്ടിയപ്പോ നിങ്ങൾ ഞങ്ങളെ മറന്നില്ലേ? ഈ കുടുംബത്തിനെ മറന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്തുണ്ടാക്കി? നോക്കിക്കോ ക്ലീറ്റോ, അർഹതപ്പെടാത്ത പൈസ ഒതകൂല്ലേ നിങ്ങൾക്ക്? എന്തുവാണ് ക്ലീറ്റോ ചേട്ടാ? ക്ലീറ്റോ ചേട്ടാ ഈ ഒടുക്കത്തെ പൈസയുടെ ആക്രാന്തം കാരണം ആ 2 പിള്ളേരുടെ ഭാവിയല്ലേ പോയത്? ക്ലീറ്റോ, നിനക്ക് അർഹതപ്പെടാത്ത നിന്റെ കയ്യിൽ വന്നപ്പോ നിന്റെ കണ്ണു മഞ്ഞളിച്ച. അവസാനം എന്തായടാ? കിട്ടിയ പണവും പോയി, കുടുംബവും പോയി, മാനവും പോയി. ഓടാ.
അളിയ കനക, അതെ, എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കണം. ഇപ്പോൾ അളിയ അത്യാവശ്യമാണ്. നീ ഒന്ന് ഇങ്ങോട്ട് വരുമോ? ഒന്ന് വാടാ. അത്യാവശ്യമാകണ്ട. ഓക്കെ. എത്ര ദിവസമായി എൻ്റെ കേട്ടിട്ട്? 2 ദിവസമായി. എവിടെ നിന്ന് കിട്ടിയ? നമ്മളെ പൈപ്പ് മൂട് അവിടെ ചായക്കട അപ്പുറത്ത് ഒരു വീട് ആള് താമസമില്ലാത്ത പടിഞ്ഞിട്ടൊക്കെ പകുതി കിട്ടണം. ആ വീടിൻ്റെ അവിടെ കുറച്ച് കാട് പിടിച്ച് കിടപ്പുള്ള സ്ഥലം. അപ്പം ഞാൻ ഇങ്ങനെ വന്നപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. നീ മാത്രമേ ഉണ്ടായിരുന്നു? എത്ര ഉണ്ട് എമൗണ്ട്? എത്ര? 10-20 ലക്ഷം രൂപ. 20 ലക്ഷം. ഞാൻ നോക്കി 20 ലക്ഷം രൂപ. എന്താ എൻ്റെ പ്ലാൻ? അളിയാകെ ഇതിപ്പം ഞാൻ 2 ദിവസം പത്രത്തിലൊക്കെ നോക്കി. പത്രത്തിലൊന്നും ആരെയും പൈസ നഷ്ടപ്പെട്ടായിട്ടുള്ള വാർത്ത വന്നിട്ടില്ല. പിന്നെ നിങ്ങളുടെ സ്റ്റേഷനിലൊന്നും അങ്ങനെ പരാതി വന്നിട്ടില്ലല്ലോ. ഞങ്ങളുടെ സ്റ്റേഷൻ വന്നിട്ടില്ല. അറിയാം, എൻ്റെ അവസ്ഥ നിനക്കറിയാമല്ല. സത്യം പറഞ്ഞാൽ പല ഉടായ്പും കാണിച്ചാണ് ഇങ്ങനെ ഓരോ ദിവസം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പൈസ എനിക്ക് കിട്ടിയോണ്ടല്ലോ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും. ഞാൻ രാഷ്ട്രീയം പോലും വിടും. പ്രശ്നം തീരും? ഉറപ്പാണ്? ഉറപ്പാണ്. 2 ദിവസമായിട്ടാണ് പണം കിട്ടിയിട്ട്. നീ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടുണ്ടോ? ഒരാൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ 1 രൂപ പോയാലും അയാൾക്ക് എന്ത് വിഷമമായിരിക്കും. ഈ 2 ദിവസമായിട്ട് അയാൾ ഉറങ്ങിയിട്ടുണ്ടാവും. പണം കിട്ടി നീയും ഉറങ്ങിയിട്ടില്ല. അല്ല, ഇതാണ് പറയുന്നത്, നഷ്ടപ്പെടുന്നവനും കിട്ടുന്നവനും ഉറക്കം നഷ്ടപ്പെടുന്നതാണ് പണം. നീ അവിടെ ഈ CCTV ഉള്ള സ്ഥലമായിരുന്നു? CCTV ഒന്നും അവിടെ ഇല്ല ആ പ്രദേശത്ത്. നീ ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ അറിയില്ല? ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ നോക്കിയിട്ട് അവിടെ ഒന്നും ക്യാമറ ഇല്ലളിയാ. അതൊന്നും പറയാൻ പറ്റില്ല. ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് കാണും. പിടിക്കപ്പെട്ട ഇതുവരെയുള്ള പേരൂടെ പോയി കിട്ടും. നിനക്ക് 1 രൂപ എടുത്ത് ചിലവാക്കാൻ പറ്റില്ല. നിന്റെ അക്കൗണ്ട് ഇടാൻ പറ്റുമോ? ഇത്രയും പൈസയില്ലേ കയ്യിൽ? അധികം പൈസ വരുമ്പോൾ നമ്മുടെ ചിലവ് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും, സംശയം ഉണ്ടാവും. അതിൻ്റെ വേറെ പ്രശ്നങ്ങളാണ്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഒരു പോലീസുകാരൻ നിലയിലും ഒരു മനുഷ്യനെ നിലയിൽ ഞാൻ കാര്യം പറയാം. നമുക്ക് ഈ പൈസ വേണ്ടല്ലേ? നമുക്കത് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട് ഒരാഴ്ച സ്റ്റേഷനിൽ വയ്ക്കുക വരും. ആരും അന്വേഷിച്ച് വന്നിട്ടില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അറിയിച്ചിട്ട് നമ്മുടെ ഇൻകം ടാക്സിൽ അറിയിക്കും. കോടതിയുടെ നിർദ്ദേശപ്രകാരം പിന്നെ ട്രഷറിയിലേക്ക് പോകും. അത് മതി. തലവേദന കൂടി കേട്ടാ. ഇനിയിപ്പോൾ അഥവാ രക്ഷാർത്ഥം ഈ ബ്ലാക്ക് മണി വൈറ്റാക്കുന്ന ടീമുകളൊക്കെ ഉണ്ടല്ലോ, അവര് പോലീസിനെയോ മറ്റെന്തെങ്കിലും കണ്ട് ഭയന്നിട്ട് വലിച്ചെറിഞ്ഞ പൈസ ആണെങ്കിൽ പോലും കയ്യിൽ വെച്ചേക്കുന്ന അതിനേക്കാൾ അപകടം. അവർ നിന്റെ പറയുക ഉണ്ടാവും. നിന്റെ ജീവൻ ഒരാപത്താണ്. എന്തിനാണ് നമുക്ക് ഈ പണം? ഇപ്പൊ അന്തസ്സായിട്ട് പോകുന്നില്ലേ? ഉള്ള പരുവത്തിന് നമ്മൾ ജീവിച്ചു പോകുന്നു. എനിക്കൊരു ആവശ്യമുണ്ട്, ഞാനില്ലേ? നമുക്ക് ഇങ്ങനെ സന്തോഷമായിട്ട് പോകണമെന്നല്ലേ നല്ലത്. ആരെയും പറ്റിക്കാതെ, ആരെയും ദ്രോഹിക്കാതെ, ആരെയും സ്വത്തുക്കളൊന്നും മോഹിക്കാതെ പോകുന്നതല്ലേ നല്ലത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ മതി നമുക്ക്. മതി, അത് മതി. അല്ല, നിന്നെ കുറ്റപ്പെടുത്തല്ലടാ. സ്വാഭാവികമായിട്ട് നമുക്ക് ഇല്ലാത്ത പൈസ വരുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും. പക്ഷെ അളിയൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്നോട് സംസാരിക്കാൻ തോന്നിയില്ല എനിക്ക്. പ്രശ്നങ്ങൾ ഇവിടെ തീരാൻ പോവാ. അതാ പറഞ്ഞേ. ഈ പൈസ എവിടെ ഇരിക്കണ? ഞാൻ റൊണാൾഡിന്റെ കട്ടിലിന്റെ അടി വെച്ചു. അവൻ അറിഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. പാർട്ടി എനിക്ക് വേറെ അവൻ അറിഞ്ഞിട്ടില്ല അളിയാ. അവിടെ ഇരിപ്പുണ്ട്. നീ വന്നേ. അവന് പൈസ എടുത്തോ? അല്ല, അവൻ എടുക്കൂല.
ഞാൻ കട്ടിലിൻ്റെ അടിയിൽ കയറ്റി അങ്ങനെ കുനിയൊന്നും അങ്ങനെ എടുക്കില്ല. അത് ഞാൻ നീക്കി വെച്ചിട്ടുണ്ടല്ലോ, എടുക്കില്ല. ബാഗ് കാണുന്നില്ല അതിൻ്റെ. ഞാനിതിന്റെ അടി വെച്ചിരുന്ന ബാഗ് എവിടെ? അവന്റെ ജീവിതം വെച്ച് കളിക്കരുത്. ബാഗ് നീ കൂടുതൽ ഉരുണ്ട് കളിക്കല്ലോ റൊണാൾഡേ. വിലപിടിപ്പുള്ള സാധനം ചോദിച്ചത്. ഇതിനാ അത് നോട്ടീസ് ഇരുന്ന ഭാഗം. ഞാൻ തക്കൂടെ എന്റെ പഞ്ഞിത്തലേനെ എടുത്തോണ്ട് പോകണ്ടേ, തല മുക്കി വെക്കാൻ വേണ്ടി ഞാൻ തലയ്ക്ക് നിങ്ങളുടെ വെപ്രാളം കണ്ടായിരിക്കുമല്ലോ. ഇതിനകത്താണ് ലക്ഷങ്ങളാണ്. ഇതാ പാർട്ടി ഓഫീസിലെ നോട്ടീസും കുറെ ഇതിനാട്ടികളെല്ലാം കണ്ടില്ലേ പൈസ ലക്ഷങ്ങൾ ഇതിനകത്ത്. രാത്രിയാണ് കോമഡി പറയാൻ കരാൻ പറ്റും പറഞ്ഞാൽ പിന്നെ ഒരു അന്തസ്സുണ്ട്. നിങ്ങൾ ലക്ഷങ്ങളെന്ന് പറയാം. എടുത്തോണ്ട് പോ നോട്ടീസ്. നഷ്ടപ്പെടുന്നവനും കിട്ടുന്നവനും ഉറക്കം നഷ്ടപ്പെടുന്നതാണ് പണം. ഈ ബ്ലാക്ക് മണി വൈറ്റാക്കുന്ന ടീമുകളൊക്കെ ഉണ്ടല്ലോ, അവര് പോലീസിനെയോ മറ്റെന്തെങ്കിലും കണ്ട് ഭയന്നിട്ട് വലിച്ചെറിഞ്ഞ പൈസ ആണെങ്കിൽ പോലും കയ്യിൽ വെച്ചേക്കുന്ന അതിനേക്കാൾ അപകടം. കനക, ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. Aliens.